അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ബീഫ് ബോട്ടി റോസ്റ്റ് ചെയ്ത വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇതേപോലെ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളത് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു ബാഡ് സ്മെല്ല് പോലെ ഉണ്ടാവുമല്ലോ, അത് പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കടയിൽ നിന്ന് നന്നാക്കി വാങ്ങിച്ചുകൊണ്ടുവന്ന ബോട്ടിയാണ്. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലിട്ടാണല്ലോ തൊലിയൊക്കെ കളയണത്. അപ്പോൾ കടകളിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല, ചുണ്ണാമ്പൊക്കെ ചേർത്തിട്ടായിരിക്കും കഴുകണത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും അരിപ്പ പാത്രത്തിലിട്ട് നന്നായിട്ട് ഉരച്ചൊരച്ച് കഴുകിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഒരുപാട് നേരം വെള്ളം പോകാൻ വയ്ക്കണില്ല. ഇനി ഞാനിത് ചെയ്യണത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടുപ്പത്തിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ്. തിളച്ച് കഴിയുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്നിങ്ങോട്ട് പതഞ്ഞ് വരും. പതഞ്ഞ് വന്നു കഴിയുമ്പോൾ അതെടുത്തൊന്ന് ഊറ്റിക്കളയണം കേട്ടോ. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ട. കടകളിലൊക്കെ ഇട്ട് നന്നാക്കി കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കളയാണിത്. എന്നിട്ടാണ് കേട്ടോ വീണ്ടും വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിൽ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം കേട്ടോ. 1-2 തിളച്ച് കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് ഇളകി പോകുന്നുള്ളൂ. അപ്പം നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇത് നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കണതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്, പിന്നെ ഉപ്പും ഇട്ടെടുക്കുക. പിന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് വിനാഗിരിയും ഒഴിച്ചെടുക്കാം. അപ്പോൾ വിനാഗിരി ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേവുകയും ചെയ്യും. ബോട്ടിയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് പിള്ളേർക്കൊന്നും ഇഷ്ടാവില്ല. അപ്പോൾ വിനാഗിരി ഒഴിക്കുകയാണെങ്കിൽ ആ സ്മെല്ലും ഒന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതേപോലെ വെച്ചാലാണ് എൻ്റെ പിള്ളേരൊക്കെ കഴിക്കണത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പിള്ളേരൊക്കെ കഴിക്കില്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒരു സ്പൂൺ 1.5 സ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുക്കറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടി നമ്മളൊന്ന് തിളപ്പിച്ച് കളഞ്ഞപ്പോൾ നല്ല ചൂടോടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണതാണ് നല്ലത്, പച്ചവെള്ളം ഒഴിച്ചെടുക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവണ സമയം കൊണ്ട് അതിലിടാനുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി എടുക്കുക. ഞാൻ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സവാള,
ചുവന്നുള്ളിയിൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ സവാള മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വേപ്പില ഇതെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 5-6 വിസിൽ പോയി കഴിഞ്ഞ് ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കാണ് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ വെന്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ നല്ല വേവുള്ള ബോട്ടിയാണ്. അപ്പോൾ ഞാനത് വീണ്ടും രണ്ടാമത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാലകളൊക്കെ വാട്ടിയെടുക്കാം. നമ്മളൊന്ന് തിളപ്പിച്ച് കളഞ്ഞും കൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് കൊണ്ടാണ് കേട്ടോ നല്ല മഞ്ഞ കളറായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ചുമന്ന കളറായിരിക്കും. കടയിലൊക്കെ ചുണ്ണാമ്പിട്ട് നന്നാക്കണത് കൊണ്ട് ആ കളറായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും നമ്മളൊന്ന് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുന്നത്. നമ്മൾ തിളപ്പിച്ച് ഊറ്റാതെ ഒന്നും മഞ്ഞൾപ്പൊടി തേച്ച് കഴിഞ്ഞാൽ അറിയാം, അപ്പോൾ നല്ല ചുമന്ന കളറായിട്ടാണ് ഇരിക്കുകയുള്ളൂ. അപ്പം തിളപ്പിച്ച് ഊറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ അംശമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ട് വച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചീനച്ചട്ടിയിൽ മസാലകളൊക്കെ വാട്ടിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ്. അത് ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇടണത്. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ടൊരു മുരിഞ്ഞ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബോട്ടിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സവാള ഇട്ട് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ ചുവന്നുള്ളി എന്ന് പറയണതിന് വരെ വെളുത്തുള്ളി എന്ന് അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഒക്കെ നന്നാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടെല്ലാം വാടി വന്നിട്ടുണ്ട്. അത് വാടി വന്നതിന് ശേഷം ഞാനതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മല്ലിപ്പൊടി കുറച്ചധികം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊടികളൊക്കെ കുറച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഒരുപാട് നേരം ഇതിൻ്റെ കൂടെ ഇട്ട് മൂപ്പിക്കണില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ സവാളയും അതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് മുരിയുകയും ചെയ്യും, ബോട്ടിയിലേക്കൊക്കെ നല്ല മസാല പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ സവാള കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കണുള്ളൂ. കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനതിലേക്ക് വേവിച്ച ബോട്ടി ഇട്ട് കൊടുക്കും. അപ്പോൾ ബോട്ടി കുറച്ച് നേരം കൂടിയും ഒന്ന് വേവാനുണ്ട്. അതുവരെ സവാള അതിൽ കിടന്നൊന്ന് വാടാൻ വച്ചേക്കാണ്. ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേലൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ബോട്ടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടിയൊക്കെ കുറവുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ട് മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കുക.
അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വരികയും ചെയ്യും. ബോട്ടിയുടെ അകത്തോട്ടൊക്കെ മസാലയുടെ ടേസ്റ്റ് പിടിക്കുകയും ചെയ്യും. എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ച് അധികം നേരം വയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് സവാള അധികം വാട്ടാതിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ഇതേപോലെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. വീണ്ടും തുറന്നതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല വെളിച്ചെണ്ണയൊക്കെ അടിയിലേക്ക് നന്നായിട്ട് ഊറി നല്ല ഫ്രൈ പോലൊരു ബോട്ടി റോസ്റ്റ് നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. വെന്തതാണ്, എന്നാലും ഇങ്ങനെ വേവിച്ചാലാണ് മസാലയും ബോട്ടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇതേപോലെ 2-3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. അതിന് തീ കൂട്ടിയിട്ട് ചൂട് നന്നായിട്ട് ആയതിന് ശേഷം ചെറിയ തീയിലിട്ട് വയ്ക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും മൂടി വെച്ച് വേവിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം വേവിക്കുന്തോറും അതിൻ്റെ കളറ് നല്ല ഫ്രൈ പോലത്തെ കളറായി വരും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കളറല്ല ഇപ്പം അതിന്. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ച് ഇത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് മിക്സായി നല്ല വെന്ത് നല്ല ഫ്രൈ പോലെയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ അടിയിലേക്കൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് മല്ലിയിലൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ റെഡിയാക്കുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പൊടികളൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ ചോറ്, പുട്ട്, കപ്പ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.